ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ദിവസമാണ്. ഗുരുവായൂർ ഏകാദശി അല്ലേ ഇന്ന്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഏകാദശി ആശംസകൾ. എല്ലാവരും വ്രതമൊക്കെ എടുത്തിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഞാനും വ്രതം എടുത്തിട്ടുണ്ട്. ഏകാദശി എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടി വരുന്നൊരു സാധനമാണ് ഏകാദശിയുടെ പുഴുക്കും കഞ്ഞിയും, സൂചി ഗോതമ്പ് കഞ്ഞിയും. അപ്പോൾ ഇന്ന് വ്രതം നോറ്റിരിക്കുന്ന എല്ലാവരും ഈ സൂചി ഗോതമ്പ് കഞ്ഞിയും പുഴുക്കും ഒക്കെ ഉണ്ടാക്കി കഴിക്കാറുണ്ടല്ലോ. അപ്പം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. ഭയങ്കര ടേസ്റ്റുള്ളൊരു സാധനം കേട്ടോ. നമ്മൾ വ്രതം നോക്കുമ്പോൾ ഒത്തിരി ആഡംബരങ്ങളൊന്നും പാടില്ല, വളരെ മിതമായ രീതിയിലെ ഭക്ഷണങ്ങളൊക്കെ കഴിക്കാവുള്ളൂ. അപ്പം നമ്മൾ ഒരു ദിവസത്തെ ഫുൾ എനർജിയും കിട്ടുന്നൊരു ഫുഡാണ് ഈ പുഴുക്ക്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം കേട്ടോ. അതിനായിട്ട് ഞാൻ വൻപയറാണ് എടുത്തിരിക്കുന്നത്. ഒരു കപ്പ് വൻപയർ എടുത്ത് ഒരു 2 മണിക്കൂർ കുതിർത്ത് വെച്ചതാണ്. ഇതിന് ഏത് പയറുവർഗ്ഗം വേണേലും എടുക്കാം. ചെറുപയർ എടുക്കാം, മുതിര എടുക്കാം, കടല എടുക്കാം. ഇനിയിപ്പോൾ ഇതല്ലെങ്കിൽ മുതിരയും കടലയും പയറും എല്ലാം കൂടെ മിക്സ് ചെയ്ത് വേണമെങ്കിലും നമുക്കെടുത്ത് ഇതിൻ്റെ കൂടെ ചേർക്കാവുന്നതാണ് കേട്ടോ. ഞാൻ വൻപയർ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഭയങ്കര രുചിയാട്ടോ ഈ സാധനത്തിന്. നമ്മൾ കുറച്ചേ കഴിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാലും ഒരുപാട് കഴിച്ചു പോകും ഇത്. അപ്പോൾ ഇതിനെ ഒന്ന് കുക്കറിലിട്ട് നന്നായിട്ട് വേവിച്ചുടച്ചെടുക്കണം കേട്ടോ. പിന്നെ പുഴുക്കിന് വേണ്ടുന്നത് കിഴങ്ങ് വർഗ്ഗങ്ങളാണ്. നമ്മൾ തിരുവാതിര പുഴുക്കിനും ഏകാദശി പുഴുക്കുമൊക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ ഈ കിഴങ്ങ് വർഗ്ഗങ്ങൾ കൊണ്ടാണ് പുഴുക്കുണ്ടാക്കുന്നത്. അപ്പം നമുക്ക് കിട്ടുന്ന എല്ലാ കിഴങ്ങുകളും ഇതിനകത്ത് എടുക്കാം. കപ്പയുണ്ട്, ചേമ്പുണ്ട്, ചേനയുണ്ട്, പിന്നെ കൂർക്കയുണ്ട് കേട്ടോ. 3-4 കഷ്ണം കൂർക്ക. നമുക്ക് വീട്ടിൽ എത്ര ആൾക്കാരുണ്ടോ അതിനനുസരിച്ച് വേണം കഷ്ണങ്ങളൊക്കെ എടുക്കാൻ. പിന്നെ ഇത് മധുരക്കിഴങ്ങാണ്, അതും ഒരു കഷ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ കാച്ചിൽ ഈ വ്രതം വരുന്ന ദിവസങ്ങളിൽ മാത്രമേ ഞാൻ മേടിക്കുള്ളൂ കേട്ടോ. തിരുവാതിര പുഴുക്കുണ്ടാക്കുമ്പോഴും ഏകാദശി പുഴുക്കുണ്ടാക്കുമ്പോഴാണ് കാച്ചിലിനെ ഓർക്കുന്നത്. പിന്നെ കിഴങ്ങ് വർഗ്ഗം കൂടാതെ ഒരു സാധനം കൂടിയുണ്ട്, പച്ച ഏത്തക്ക, അതായത് നേത്രക്കയാണ് കേട്ടോ. അതൊരെണ്ണം എടുത്തിട്ടുണ്ട്. കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഉരുളക്കിഴങ്ങ് ചേർക്കാറില്ല. അതുപോലെ സവോള, ഉള്ളി, വെളുത്തുള്ളി ഈ സാധനങ്ങളൊന്നും നമ്മൾ വ്രതം ഉള്ളപ്പോൾ ഉപയോഗിക്കാറില്ല കേട്ടോ. ഇത്രയും സാധനങ്ങളുണ്ട്. പിന്നെ വേറെ കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ ചേർക്കുകയാണെങ്കിൽ ചേർക്കാം. ചിലർ മത്തനൊക്കെ ചേർക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴുകി അരിഞ്ഞെടുത്തിട്ട് വരാം. ഇതിനൊരു അരപ്പ് റെഡിയാക്കണം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന പുഴുക്കാട്ടോ. ഇത്രയും കഷ്ണങ്ങൾ കിട്ടിയില്ലെങ്കിൽ നമുക്കുള്ള കഷ്ണം കൊണ്ട് ഉണ്ടാക്കാവേ. കുറച്ചധികം തേങ്ങ വേണം. ഞാനിതൊരു തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1/4 ടീസ്പൂൺ ജീരകം ഇട്ടിട്ടുണ്ട്. അല്പം വെള്ളവും കൂടി ഒഴിച്ച് ഞാനൊന്ന് പതുക്കെ അരച്ചെടുക്കുകയാണ്. ഇത് അവിയലിന് ഒതുക്കുന്ന പോലെ ഒതുക്കി വേണമെങ്കിൽ ഇടാം. ഇതിനകത്തേക്കൊരു 3 പച്ചമുളക് കൂടി ഇടുന്നുണ്ട് കേട്ടോ. എരിവ് വേണം കുറച്ച്. ചില ആൾക്കാർ ഒതുക്കിയിടത്തേ ഉള്ളൂ. ഞാൻ കുറച്ച് അരച്ചാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു പുഴുക്കിന് ഒരു പ്രത്യേക ഒരു രുചി ഉണ്ടാവും ഇച്ചിരി അരഞ്ഞ് വരുമ്പോഴത്തേക്കും. ഈ ഒരു പരുവത്തിലാണ് ഞാൻ എടുക്കുന്നത്. ഓരോ സ്ഥലത്തും ഓരോരുത്തരും ഓരോ രീതിയിലല്ലേ ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഉണ്ടാക്കുന്ന ടേസ്റ്റാണ്. ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നമുക്ക് വ്രതം ഇല്ലാത്തപ്പോഴും ഇത് ഉണ്ടാക്കി കഴിക്കാം കേട്ടോ. ഒരു ന്യൂട്രീഷ്യസ് ഫുഡാണിത്. നമുക്ക് വ്രതം നോറ്റിരിക്കുമ്പോൾ നമ്മളുടെ ശരീരത്തിൽ ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പം കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, എല്ലാ സാധനവും ഇതിൽ നിന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഇതേ കഷ്ണങ്ങളെല്ലാം കഴുകി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. ഞാനതിലേക്ക് 2 പച്ചമുളക് ഇട്ട് കുറച്ച് പൊടികളും കൂടി ഇട്ട് നമുക്ക് കുക്കറിലിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്, ഉപ്പിടുന്നുണ്ട്, പിന്നെ മുളക് പൊടി ഇടുന്നുണ്ട് കേട്ടോ. എരിവിന് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് വേണം വേവിക്കാനായിട്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നന്നായിട്ട് തിരുമ്മിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിനെ നന്നായിട്ട് വേവിച്ചെടുത്തിട്ട് വരാവേ. കഷ്ണങ്ങളൊക്കെ കുക്കറിലിരുന്ന് വേകുന്ന സമയം കൊണ്ട് നമുക്ക് കഞ്ഞി ഉണ്ടാക്കാം. കഞ്ഞിക്ക് ഇതാണ് എടുക്കുന്നത്. സൂചി ഗോതമ്പ് നുറുക്കായിട്ടുള്ളതാണ് കേട്ടോ, തരിയായിട്ടുള്ളത്. ഇതൊരു അരമണിക്കൂർ മുന്നേ കഴുകി വെള്ളത്തിലിട്ട് കുതിർത്ത് ഞാൻ വെച്ചിരിക്കുകയാണ്. ഇതും നമുക്ക് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. വെറുതെ കലത്തിലിട്ട് വേവിച്ചാലും മതി. കുക്കറിലാണെങ്കിൽ നമുക്ക് കുറച്ചധികം വെള്ളം ഒഴിച്ച് ഒരല്പം ഉപ്പും കൂടെ ഇട്ടിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റ് വെക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടും. എന്താ നോക്കിയേ, കുറുകിയൊന്നും പോയിട്ടില്ല, നല്ല സൂപ്പറായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനകത്തേക്ക്
പശുവും പാൽ ഒഴിക്കുന്നവരുണ്ട് കേട്ടോ. ഞാൻ തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത്. തേങ്ങാപ്പാലെന്ന് വെച്ചാൽ തേങ്ങയും കുറച്ച് വെള്ളവും കൂടി ജീരകവും കൂടി ചേർത്ത് ഒന്ന് ചതച്ച് മിക്സിയിലിട്ട് ഒറ്റ പ്രാവശ്യം ഒന്ന് കറക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റുമായി, തേങ്ങയും ഉണ്ട് കഴിക്കാനായിട്ട്. ജീരകവും കൂടി ഇടുമ്പോൾ ഒരു ടേസ്റ്റാട്ടോ. അപ്പോൾ ഇത് ഒന്ന് കുറച്ചധികം വെള്ളം ഒഴിച്ചൊന്ന് കറക്കിയിട്ട് നമുക്കിതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. വേറെ നമ്മൾ കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ഇടണം. നമ്മൾ കഞ്ഞിയായിട്ടല്ലേ കുടിക്കുന്നത്. ഇവിടെ ഞാനും എൻ്റെ മോൻ്റെ വൈഫും മോളും മാത്രമേ വ്രതമായിട്ട് എടുക്കുന്നുള്ളൂ. പിന്നെ മോനും ചേട്ടനും ഒക്കെ ഇതിൻ്റെ കൂടെ വെജിറ്റേറിയൻ ആകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇത്ര ആർഭാടായിട്ട് കാണിക്കുന്നത്. അതായത് അല്ലെങ്കിൽ ഞാൻ വെറുതെ സൂചി ഗോതമ്പിന് ഉപ്പിട്ടെടുക്കത്തേ ഉള്ളൂ, തേങ്ങയോ തേങ്ങാപ്പാലോ ഒന്നും ഒഴിക്കാറില്ല കേട്ടോ. അപ്പോൾ അവരെയും കൂടെ കഴിപ്പിക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ഇച്ചിരി തേങ്ങയൊക്കെ ഇങ്ങനെ ആക്കി നല്ല ടേസ്റ്റിലാക്കി കൊടുക്കുന്നത്. അപ്പോൾ അവരൊക്കെ കഴിച്ചോട്ടെ. നമ്മൾ ഇടയ്ക്കൊക്കെ നമ്മൾ എന്നും ചോറുണ്ണുന്നതല്ലേ, വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെയൊക്കെ കഴിക്കുകയാണെങ്കിൽ അതും നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. ഞാനൊരു വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിത് കുടയ്ക്കാനും കുഴയ്ക്കാനും നല്ലത് വലിയൊരു പാത്രമാണ്. അപ്പോൾ ഒരു ഉരുളിയിലേക്ക് ആദ്യം വൻപയർ ഇടുകയാണ്. ആ വൻപയർ നന്നായി വെന്തിട്ടുണ്ട്, വെള്ളമുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് തവി കൊണ്ട് ഒന്നുകൂടി ഒന്ന് ഉടച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് തവിയുടെ ഇതുകൊണ്ടൊന്ന് ശരിക്കൊന്ന് ഉടച്ചു കൊടുക്കുമ്പം ഒന്നുകൂടെ കുറുകി വരാൻ വേണ്ടി കേട്ടോ. അതാ എല്ലാം ഒന്ന് നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് വെന്ത് വന്ന കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം. കഷ്ണവും അതുപോലെ തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം കേട്ടോ. മൊത്തം ഒന്ന് ഉടഞ്ഞു പോകണ്ട. ചില ആൾക്കാർ ശരിക്കും പേസ്റ്റ് പോലെ ആക്കി കഴിക്കുന്നവരുണ്ട്. ഇവിടെ ഞാൻ അങ്ങനെയല്ല, കുറച്ച് കഷ്ണങ്ങളൊക്കെ ഉടച്ചെടുക്കും, കുറച്ച് അതുപോലെയൊക്കെ കിടക്കും. അതുകൊണ്ടാണ് ഇച്ചിരി വലിയ കഷ്ണത്തിലാക്കിയത്. ചെറുതാണെങ്കിൽ മൊത്തം ഉടഞ്ഞ് കുഴഞ്ഞു പോവും. കപ്പയൊക്കെ ചേർന്നുകൊണ്ടേ ഭയങ്കര ഒരു പ്രത്യേക ടേസ്റ്റാണ്. കപ്പയും ചേമ്പും കാച്ചിലും ഒക്കെ വരുമ്പോഴത്തേക്കും. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇന്നത്തെ ദിവസം നമ്മൾ വേറെ ഒന്നും കഴിക്കില്ല വ്രതം നോക്കുന്നവർ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഈ കഞ്ഞിയും ഈ പുഴുക്കും കഴിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഫുൾ ഡേക്കുള്ള എനർജി നമുക്ക് ഇതിൽ നിന്നും കിട്ടും കേട്ടോ. പിന്നെ രാത്രിയിൽ വല്ല പഴം, ചെറിയ പഴമൊക്കെ എല്ലാം വളരെ ലൈറ്റായിട്ട് മിതമായി മാത്രമേ നമ്മൾ വ്രതം എടുക്കുമ്പം കഴിക്കാറുള്ളൂ. അതുകൊണ്ടാണ് ഈ പുഴുക്ക് നമ്മളിങ്ങനെ കഴിക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് അരച്ച് വെച്ച അരപ്പൊഴിക്കുന്നുണ്ട്. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പിടുന്നുണ്ട്. കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ചെറിയ തീയിലാണ് വെച്ചിരിക്കുന്നത്. ഒന്നുകൂടെ ഒന്ന് തിളച്ചോട്ടെ. ആവശ്യത്തിന് കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാം കേട്ടോ. നന്നായിട്ട് അതൊന്ന് അരപ്പ് എല്ലാത്തിനും പിടിക്കാൻ വേണ്ടിയാണ്. അത് കഴിയുമ്പോഴത്തേക്ക് ഒരു ടേബിൾ സ്പൂണോ 2 ടേബിൾ സ്പൂണോ വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ഇറക്കാം. അപ്പോൾ ഈ വെള്ളം കുറച്ച് വറ്റി കഴിയുമ്പോഴത്തേക്കും ഈ വെള്ളം ഒന്ന് കുറച്ചൊന്ന് വറ്റിക്കോളും. അപ്പോൾ ഒന്ന് കുറുകി വന്നോളൂ കേട്ടോ. നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. അടിപൊളിയാണ്. ഇത് ഞാൻ പ്ലേറ്റിലേക്ക് ഒഴിച്ച് ഞാൻ ആദ്യം കാണിച്ച കണ്ടില്ലേ, കഞ്ഞിയും അതിൻ്റെ പുറത്തേക്ക് പുഴുക്കും കൂടെ ഒഴിച്ചിട്ട് പ്ലാവില കൊണ്ട് കുമ്പിൾ കുത്തി കഞ്ഞി കുടിച്ചു. അടിപൊളി കിടുക്കാച്ചി ടേസ്റ്റാണ്. അപ്പോൾ ഇത് നോർമൽ രീതിയിലാണെങ്കിൽ നമുക്കിതിനകത്ത് സവോളയോ ഉള്ളിയൊക്കെ വറമൂപ്പിച്ചൊക്കെ ചേർത്ത് നമുക്ക് കഴിക്കാവുന്നതാണ്. വ്രതമുള്ളപ്പോൾ നമ്മളങ്ങനെ കഴിക്കുന്നില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ഇടയ്ക്കൊക്കെ എല്ലാവരുമൊക്കെ ഉണ്ടാക്കി കഴിക്കുക. അപ്പം കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.